നമ്മൾ കേരളത്തിലെ മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് വർക്കല ബീച്ച്. ഇന്ന് വർക്കല ബീച്ചിന്റെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി ബീച്ചാണ്. ബീച്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ഹൈറ്റിൽ നിന്നാണ് നോക്കുമ്പോൾ ഡയറക്റ്റ് നമുക്ക് നല്ല പൊന്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബീച്ച് കാണാൻ പറ്റും എന്നുള്ളതാണ്. അവിടുത്തെ സൂര്യാസ്തമയം ഭയങ്കര സൂപ്പറാണ്. അത് ഞാൻ കണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പാരാഗ്ലൈഡിങ് ഒക്കെ അങ്ങനെയൊക്കെ സംഭവമുണ്ട്. 15 മിനിറ്റിന് 4000 റുപ്യാണ് അവർ ചോദിക്കുന്നത് ഈ ഒരു ഇതിൽ പറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ധൈര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ പറക്കാം. ഒരുപാട് ദൂരം കടലിൻ്റെ അതിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. ഈ 15 മിനിറ്റ് തന്നെ വളരെ സ്പീഡിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല, വർക്കല ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നീലക്കടൽ അടിപൊളിയാണ്. അത് കോവളം ബീച്ചും വർക്കല ബീച്ചും ഒക്കെ നല്ല ഭയങ്കര മനോഹരമായിട്ടുള്ള സംഭവമാണ്. പണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ ഇത്ര ആക്ടിവിറ്റീസുകളൊക്കെ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഭയങ്കര സംഭവമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് കാണുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും. പിന്നെ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടുണ്ട്, എന്നാലും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ ടൂറിസ്റ്റ് പ്ലേസിൽ ഒന്ന് അകന്ന് നിൽക്കുന്ന സ്ഥലം, മീൻസ് എല്ലാവരും എത്തിപ്പെടില്ല. ഒക്കെ കൊച്ചി, മൂന്നാർ, തേക്കടി അങ്ങനെ പോയിട്ട് തിരുവനന്തപുരം പോവുകയാണെങ്കിൽ തന്നെ വർക്കല ബീച്ചിലേക്ക് വരുന്നവർ കുറവാണെന്ന് തോന്നുന്നു. ഏതായാലും ഒരു ടൂറ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന പാക്കേജൊക്കെ ചെയ്യുന്ന പോലെ ഒരാളാന്നുള്ള നിലയ്ക്ക് വർക്കല ബീച്ച് മസ്റ്റ് വാച്ചാണ്. അതൊരു ഹൈറ്റിൽ നിന്ന് ബീച്ച് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ബീച്ചിൻ്റെ ഒരു തല മുതൽ മറ്റു തല വരെ കിലോമീറ്ററുകളോളം നമുക്ക് ഈ ബീച്ചിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നി. നല്ല വെയിലുണ്ട്. ഞാനൊരു തണലത്ത് നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഗ്ലാസ് വെച്ചുകൊണ്ട് പുറത്തത്തെ വെയിൽ എത്ര എന്നുള്ള അറിയാൻ പറ്റൂല. ഏതായാലും കണ്ട് സന്തോഷത്തോടു കൂടി മടങ്ങി.